അക്ഷരനഗരിയുടെ തിലകക്കുറിയായ കോട്ടയം ബസേലിയസ് കോളേജ് നേട്ടങ്ങളുടെ നിറുകയിൽ. കോളേജിന് ഓട്ടോണമസ് പദവി ലഭിച്ചു. വജ്രജൂബിലി ആഘോഷങ്ങൾ സമാപിക്കുമ്പോഴാണ് മറ്റൊരു അംഗീകാരവുമായി കോളേജിന് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ സ്വയംഭരണ പദവി നൽകി ഉയർത്തിയത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കോളേജുകളിൽ ആദ്യ സ്വയംഭരണ പദവി ലഭിക്കുന്ന കോളേജ് എന്ന പ്രത്യേകത ബസേലിയസിനുണ്ട്. സ്വയംഭരണ പദവി പ്രഖ്യാപനത്തിന്റെ ഭാഗമായി രാവിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന സംഘം ദേവലോകം അരമനയിൽ എത്തി സഭാ പരമാധ്യക്ഷനായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം കോളേജിൽ എത്തി. ഉച്ചയ്ക്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ഓട്ടോണമി സമ്മേളനമായ നോവയിൽ MOC കോളേജുകളുടെ മാനേജർ ഡോക്ടർ സഖറിയാസ് മാർ അപ്രേം മെത്രാപ്പൊലീത്ത സ്വയംഭരണ പദവി പ്രഖ്യാപനം നടത്തി. As the manager of MOC colleges, I hereby declare that Brazilian College has become an autonomous institution. പൂർവ്വ വിദ്യാർത്ഥിയും ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിയുമായ VG അരുൺ മുഖ്യാതിഥിയായി. MG സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ TC അരവിന്ദ് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്വയംഭരണ പദവിയിലേക്ക് എത്തുമ്പോൾ കോളേജിന് സ്വന്തമായി കോളേജ് ആന്തവും NCC ബാൻഡും ഈ പദവി പ്രഖ്യാപനത്തോടൊപ്പം സാക്ഷാത്കരിക്കപ്പെട്ടു. NCC ബാൻഡുള്ള സംസ്ഥാനത്തെ രണ്ടാമത്തെ കോളേജ് എന്ന പെരുമയാണ് കോളേജിന് സ്വന്തമായത്. സംസ്ഥാനത്ത് ഒരു കോളേജിന് മാത്രമാണ് NCC യൂണിറ്റിന് ബാൻഡ് ടീം ഉള്ളത്. 1966 NCC ആർമി വിഭാഗം യൂണിറ്റ് ബസേലിയസ് കോളേജിൽ ആരംഭിച്ചത്. അന്നു മുതൽ ഇന്നോളം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒട്ടേറെ അംഗീകാരങ്ങൾ നേടിയെത്തിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന ക്യാമ്പുകൾ, ഇന്ത്യൻ ആർമി നടത്തുന്ന തത്സൈനിക ക്യാമ്പുകൾ എന്നിവയിൽ കോളേജിൽ നിന്നുള്ള കേഡറ്റുകൾ പങ്കെടുക്കുന്നു. മികച്ച NCC യൂണിറ്റിനും അസോസിയേറ്റ് NCC ഓഫീസർമാർക്കുമുള്ള പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഏറെ നാളത്തെ കോളേജിന്റെയും NCC യൂണിറ്റിന്റെയും ശ്രമഫലമായാണ് 45 പേരടങ്ങുന്ന ബാൻഡ് ടീം സജ്ജമായിരിക്കുന്നത്. കോളേജിനെ സംബന്ധിച്ച് NCC യൂണിറ്റ് കേരളത്തിൽ തന്നെ രണ്ടാമത്തെ ബാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനകത്ത് ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട്. ഈ ഘട്ടത്തിൽ കഴിഞ്ഞ 2 വർഷത്തെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് കോളേജിനെ ഒരു NCC ബാൻഡ് ഇന്നിവിടെ സജ്ജമാകാൻ വേണ്ടി കഴിഞ്ഞത്. ഏകദേശം 8 ലക്ഷത്തോളം രൂപ കോളേജിന്റെ മാനേജ്മെന്റ് ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് തീർച്ചയായും ഉണ്ടായിരുന്നു. കുട്ടികളുടെ നിരന്തരമായിട്ടുള്ള ഒരു പരിശ്രമം ഇതിന്റെ പിന്നിലുണ്ട്. വരും നാളുകളിൽ ദേശീയ തലത്തിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന ചടങ്ങുകൾ, അതോടൊപ്പം തന്നെ മറ്റ് ദേശീയ ദിന ജനങ്ങളൊക്കെ NCC കേഡറ്റുകൾക്ക് മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വേദിയും കൂടിയാണ് NCC ബാൻഡ് എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് ബസേലിയോസ് കോളേജ് ഓട്ടോണമസ് ആയി മാറുന്ന ഘട്ടത്തിൽ വളരെ അഭിമാനകരമായിട്ട് ബസേലിയോസ് ഗോൾഡൻ ബീറ്റ്സ് എന്ന പേരിൽ ഞങ്ങളെ NCC ബാൻഡിനെ ഇവിടെ പ്രസന്റ് ചെയ്യും. 10 ലക്ഷത്തോളം രൂപയാണ് പരിശീലനത്തിനും ഉപകരണങ്ങൾ വാങ്ങുന്നതിനും മറ്റുമായി ചെലവഴിച്ചത്. മികച്ച NCC യൂണിറ്റിന് MG സർവകലാശാല നൽകുന്ന 2024-25 വർഷത്തെ മേജർ ബിപിൻ റാവത്ത് അവാർഡ് ബസേലിയോസ് കോളേജ് NCC യൂണിറ്റിനാണ് ലഭിച്ചത്. കോളേജിന്റെ പ്രഥമ NCC ബാൻഡ് ടീമിൽ അംഗമായത് വിദ്യാർത്ഥികൾക്കും അഭിമാനവും സന്തോഷവുമാണ്. സ്വയംഭരണ പദവി നേടിയതോടെ കോളേജിൽ നിലവിലുള്ള കോഴ്സുകൾക്ക് പുറമെ പുതിയ കാലത്ത് രാജ്യത്തിനകത്തും പുറത്തും ധാരാളം തൊഴിൽ സാധ്യതയുള്ള ന്യൂ ജനറേഷൻ കോഴ്സുകൾ ആരംഭിക്കും. അതിനുള്ള കരിക്കുലം ഫ്രെയിം വർക്കുകൾ ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.